അധീനപ്പെട്ട ശിവേലിക്കും 64 ഗ്രാമത്തിന്റെ പള്ളിയിൽ വന്നിട്ട് പാണ്ഡ്യവര ദേശയുടെ സത്യത്തിന്റെ ധർമ്മത്തിൽ വേദപഞ്ചാക്ഷരമായിരിക്കുന്ന മുതുതലയായിരിക്കുന്ന തന്ത്രി, ദാസമായിരിക്കുന്ന തന്ത്രി ഏവരോടും തന്നെ അതിനമൃത്തിന് തക്കവണ്ണം അല്പകാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നത്തെ ദിവസം മുമ്പേതുമായിട്ട് ആനായമൂർത്തി ആദിവൈകുണ്ഠനായിരിക്കുന്നതായ ഈ ഭഗവാന്റെ തേജോരൂപത്തെ പ്രത്യക്ഷീകരിച്ച് കണ്ടല്ലോ. അല്ലേ തന്ത്രി? ഏതെല്ലാം പ്രകാരത്തിലുണ്ട് വിനോദാനം മണ്ണമ്പനെ ആധാരമായിട്ടും മന്ത്രശാല ആധാരമായിട്ടും ക്ഷേമം തന്നെയോ ഇതിനകത്ത്? ക്ഷേമം തന്നെയോ ഇരിക്കട്ടെ. ഏതായാലും അടൂർദേവന്റെ മാതാവ് എന്നിരിക്കുന്നതായ ഒരു അമ്മയുണ്ട് ഇതിനകത്ത്, അല്ലേ? അടിമ മഹിമ തിരിമ ലഹിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാശ്യം തുടങ്ങിയിരിക്കുന്നതായ അഷ്ടൈശ്വര്യങ്ങളാണ് അമ്മ, അല്ലേ? അങ്ങനെയുള്ളതായിരിക്കുന്ന അമ്മയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പ്രാപ്തമായിട്ടുള്ളത്. ഇരിക്കട്ടെ. എങ്കിലും ഞാനെന്നിരിക്കുന്നതായ പരമചൈതന്യം, അല്ലേ, പരശുരാമാവതാര കാലത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ അനേകം ഭാഗ്യങ്ങളൊക്കെ ഞാനുമുണ്ട്, അല്ലേ? മന്ത്രം തന്ത്രം ധ്യാനം കർമ്മം അന്ന് കർമ്മോപദേശമായിട്ട്, അല്ലേ? 6 ചേരി 64 ഗ്രാമം 36,000 തന്ത്രിമാരെന്ന് ചൊല്ലിപ്പോരുന്ന കാലം ഉദയപുരം കൃഷ്ണപുരം ഭദ്രപുരം മറത്തലമ്പലം മുമ്പേതുമായിട്ട് വലത്തിട്ട ബ്രഹ്മത്തിനും മുടിക്കെട്ട പുഷ്പത്തിനും ഗായത്രി മൂലമന്ത്രം വേദ പഞ്ചാക്ഷരമായിരിക്കുന്ന ആ കാര്യാധിപത്യത്തിനാണ് ഭാഷ തന്നെ ദോഷമുണ്ട്. ഇരിക്കട്ടെ. ഏതായാലും ഇന്നത്തെ ദിവസം മുമ്പേതുമായിട്ട് പ്രത്യക്ഷീകരിച്ച് കാണുന്ന കാലത്ത് പൂർവ്വം പറ്റിങ്കൽ പടവളിയായി വിളിച്ചിരിക്കുന്നതായ വഴി ശേഷം കഴിയുണ്ടോ അവരെ കഴിഞ്ഞ് അടയാളം എടുക്കട്ടെ. എങ്ങനെ പാതിരാമ്പ്രത്തിൽ തക്കവണ്ണം എന്നെ കാണുവാനായിട്ട് കൈയെടുത്തിരിക്കുന്ന അത്തരങ്ങളുണ്ടോ? പുതുക്കുളത്തിലന്ത്രി ഇരിക്കട്ടെ. മെയ്യെണ്ണം ചൊല്ലി വിളിക്കേണ്ട അനുഭവങ്ങളില്ല, അല്ലേ? പുതുക്കുളത്തിലന്ത്രി ഏതായാലും ധനുമാസം 20 എന്നിരിക്കുന്നതായ നൽപൊഴുതിൽ തക്കവണ്ണം കുംഭമാസം 20 എന്നിരിക്കുന്നതായ നൽപൊഴുതിൽ തക്കവണ്ണം ഇല്ലോദാനം മണ്ണുമ്പനെ ആധാരമായിട്ട് ഞങ്ങൾ എന്നിരിക്കുന്നതായ ദൈവാധീനങ്ങളെ, അല്ലെ, തറവട്ടം പിടിച്ച് കണ്ടു. ഏതായാലും ഇന്നത്തെ ദിവസം മുമ്പേതുമായിട്ട് എന്റെ ചേടിക്കുന്തിലും തന്ത്രി എന്നിരിക്കുന്നതായ ഇല്ലോദാനം മണ്ണുമ്പനെ ആധാരമായിട്ട് ഭഗവാൻ എന്നിരിക്കുന്നതായ ചൈതന്യസ്വരൂപൻ ഇങ്ങനെ പച്ചപ്പനങ്ങളിൽ വർണ്ണമായിരിക്കുന്ന കുരുത്തോല വിഗ്രഹമായിട്ട് പ്രത്യക്ഷീകരിക്കുന്ന കാലം ഒന്ന് കണ്ടുപോരണം എന്റെ ഭഗവാനാ, അല്ലെ? എന്താണോ ഭഗവാനിൽ നിന്നും പ്രാപ്തമാകുന്നത് അത് സ്വീകരിക്കണം. അതിനുപരിയായിട്ട് ഇല്ലോന്താരം മണ്ണമ്പനെ ആധാരമായിട്ട് ഞങ്ങൾ എടുത്തു തന്നിരിക്കുന്നതായ അനുഭവങ്ങളൊക്കെ അതിനാലുണ്ട്, അല്ലെ? അനേകം ദേവീദേവന്മാര് വസിച്ചു പോരുന്നതായ അനുഭവം അവിടെ ബലം കുറഞ്ഞത് കൊണ്ടല്ല, എങ്കിലും ഇതിനകത്ത് ഭഗവാനെ അടൂർദേവന്റെ മാതാവിനെ ഒന്ന് കാണണം, അല്ലേ? ഇരിക്കട്ടെ. കഥകൾ പറഞ്ഞിരിക്കേണ്ട മുഹൂർത്തമല്ല ഇപ്പോഴും നേരം. കണ്ടുവന്നിരിക്കുന്ന മുഹൂർത്തത്തൊന്ന് കഴിയുണ്ടോ അവനെ കഴിഞ്ഞ് അടയാളം എടുത്തതിന് ശേഷമായിരിക്കട്ടെ ഇവരോട് തന്നെ പയ്യണ്ണ ചൊല്ലി വിളിക്കണോ വിഷ്ണുമൂർത്തി കഴിയുണ്ടോ അവനെ കഴിഞ്ഞ് അടയാളം എടുത്തതിന് ശേഷമായിരിക്കട്ടെ ഗുണംവരണ 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 ഗുണംവരത്തിന് ശേഷത്തിനെ
ഇരിക്കട്ടെ, ഭായം മുളക്കുന്നതിനാലും എടുത്ത വഴക്കം ചെയ്യാതെ കൊണ്ട് നല്ലൊരു മുഹൂർത്തമുണ്ട്. അവിടെ ആയിരിക്കട്ടെ. കണ്ടുവന്നിരിക്കുന്ന മുഹൂർത്തത്വയെ കുളപ്പരടെ 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 ഇരിക്കട്ടെ. ഏതായാലും ഞങ്ങൾക്ക് നേരെയുള്ള തന്ത്രിക്കരമായിട്ടും ചെയ്തത് കർമ്മമായിട്ടും ജപിച്ചത് മന്ത്രമായിട്ടും തൊട്ടതെല്ലാം അംഗീകരിച്ച് തരണം. ഞാൻ ഗുരുകുലത്തിങ്കൽ ജാതനായിരിക്കുന്ന ഭഗവാൻ അല്ലേ, ഏതായാലും വീടുമായിട്ട് പാതിരാമർത്തനക്ക് വണ്ണം മടപടിയായി പാതിരാമർത്തനൊക്കെ വണ്ണം എടുത്തു വന്നിരിക്കുന്ന അനുഭവം ചിലപ്പോൾ തുടങ്ങാനായിരിക്കട്ടെ. ഏതായാലും വെള്ളാരക്കും മുഴുവതിർക്കും മതികെട്ടാൻ പ്രധാനമുള്ളതായിരിക്കുന്ന അണ്ണന്മാർ കാലങ്ങളിൽ കൈവകർച്ചയായി എടുത്തു തന്നിരിക്കുന്നതായ ഇരിക്കട്ടെ. ഏതായാലും പരശുരാമാവതാര കാലത്ത് കേരളം 160 കാലം ഭൂമണ്ഡലത്തെ ഉണ്ടായി. അത് 4448 ദേവപ്രതിഷ്ഠ, 108 ശിവക്ഷേത്രം, 108 ദുർഗാലയം, ഭൂതങ്ങളുടെ മാണവക്കൂട്ട്, പരിദേവതമാവട്ടെ പരിദേവസ്ഥാനം, കൂട്ട്, പാട്ട്, നെയ്യാട്ട്, കളിയാട്ടം, തൃക്കാൽവട്ടം, ഗണപതി ഹോമം, മൃത്യുഞ്ജയം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന സത്യമുള്ളവരാണ് അല്ലേ. പിന്നെയോ വരുണനെ സേവിച്ചു. 6 മാസം വേനലും 6 മാസം വർഷവും ഉണ്ടായി. എന്തിനായിക്കൊണ്ടാൽ
മലയാള നാടിന്റെ രക്ഷക്കായിക്കൊണ്ട് അല്ലേ? പിന്നെയോ ഇന്ന് കാലം പിഴച്ചു അല്ലേ? കാലത്തിനൊത്ത കോലം കരുതുക കലിരാജന്റെ ചോരത്തിളപ്പാം കാലം വന്നിങ്ങണഞ്ഞു. ഹരിയുടെ കലയും ദൂരവേ പോയി മറഞ്ഞു. ആളും താവാഗ്നിയിൽ വീണുടലൊരുകുന്നതിന് യോഗം നിറഞ്ഞു. ആ ലോകം മാർവിണഞ്ഞു. ശിവശിവ ഇനിമേലെന്തെന്നാരറിഞ്ഞു. കലിയുടെ പ്രഭാവം ഈ കലിയുഗത്തിനകത്ത് ഓരോരോ പ്രകാരത്തിനായി അല്ലെ? വൻപനരികെ ന്യായം മലയരികെ നീരി സാഗരം വാഴുന്നവന്റെ വാഴ്ച സാക്ഷിയിരിക്കെ പട്ടാണ്. പ്രതിഷ്ഠ കരിങ്കല്ലെന്നും ദൈവം നാസ്തിയെന്നും പന്നകത്തെ കണ്ടാൽ പാശമെന്നും ഔഷധം കാടെന്നും ഇങ്ങനെയാണ് ഈ കലിയുഗത്തിനകത്ത് പഞ്ചഭാവങ്ങളെ കൊണ്ട് അല്ലെ പറഞ്ഞിരിക്കുന്ന അനുഭവം. ഏതായാലും നിങ്ങളുടെ രക്ഷക്കായിട്ട് ഇതിനകത്ത് അടൂർദേവന്റെ മാതാവെന്നിരിക്കുന്നതായ ആ ശക്തിയെ സെമന്തകമായിട്ട് അല്ലെ വേറിട്ട് വിശേഷിക്കുണ്ടല്ലോ. സെമന്തകത്തിന്റെ അനുഭവം കേട്ട് കഴിഞ്ഞുണ്ടല്ലോ നിങ്ങൾക്ക്. അന്ന് സത്രാജിത്തിന് സൗഹൃദത്തിന്റെ പാരിതോഷികമായി കിട്ടിയിരിക്കുന്നതായ സെമന്തകം എന്ന രക്തം അന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കാലത്ത് തിരിച്ചു പിടിക്കാൻ കൃഷ്ണൻ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ? ആയതുപോലെ ഇതിനകത്ത് അടൂർദേവന്റെ മാതാവെന്നിരിക്കുന്നതായ സെമന്തകം പിടിച്ചു നിർത്താൻ ഭഗവാൻ എന്നിരിക്കുന്നതായ ചൈതന്യ സ്വരൂപൻ അതിനു മുകളിലായിട്ട് ഹരിയുള്ളിടത്തെ സ്ത്രീയുള്ളൂ അല്ലെ? അതുകൊണ്ട് ഗോവിന്ദനെ വിളിക്കാം. നല്ലൊരു ഗോവിന്ദ എന്നിരിക്കുന്നതായ നാമത്തെ കൊണ്ട് നിങ്ങൾക്കുള്ളതായിരിക്കുന്ന അല്ലലും മലതാരികളും ഒക്കെ തീർത്ത് കിട്ടും. അതിനു മുകളിലായിട്ട് ഇന്ന് കണ്ടിരിക്കുന്നതായ ഈ രൂപത്തെ നിങ്ങളുടെ ഉത്കണ്ഠക്കനുസരിച്ച് അവിടെ പ്രത്യക്ഷീകരിച്ചത് ഗുണം പരിരക്ഷിക്കണം. ഏതായാലും പായാരെ പരപ്പെട്ട് വിശേഷിക്കുന്നില്ല. ഇപ്പോഴും നേരെ കേട്ടോ മന്ത്രി ഒന്നിരിക്കട്ടെ, വാങ്ങാം കേട്ടോ. പൈതകളെ ഏതായാലും അല്പകാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇത് പ്രകാരത്തിങ്കൽ ഇല്ലൊന്നാനും മണ്ണമ്പനെ ആധാരമായിട്ട് കൈയെടുത്തു ഭഗവാൻ അല്പനേരം ഒന്നിരിക്കാം അല്ലേ? ഇരുന്നിട്ടാവാം ഇനിയുള്ള കുശലങ്ങൾ അല്ലേ തന്ത്രി? മൂർത്തി ആദ്യ വൈകുണ്ഠനായിരിക്കുന്നതായ ഭഗവാൻ ഇല്ലൊന്നാനും മണ്ണമ്പനെ ആധാരമായിട്ട് ഇരിക്കട്ടെ, ഞാൻ വാങ്ങാം കേട്ടോ. ഇല്ലൊന്നാനും മണ്ണുമ്പനെ ആധാരമായിട്ട് കൈയെടുത്തിരിക്കുന്നതായ അനുഭവം അനേകം ഘോരസങ്ങൾ കൃഷ്ണാവതാര കാലത്ത് കട്ടുപൂജിച്ചിരിക്കുന്നതായ ആൾത്തരമാണ് ഞാൻ അല്ലേ? ക്ഷീരം കരുതിയിട്ടില്ലേ? എന്താ മന്ത്രി? ഏതായാലും ഗോക്കളുണ്ടോ ഇവിടെ? ഉണ്ടോ? നിങ്ങളുടെ ആത്മപ്പെടുത്ത പ്രകാരം ഭഗവാൻ തറവാട്ടിനകത്ത് കൈയെടുക്കുന്ന കാലത്ത് അല്ലേ പടിഞ്ഞിരുന്ന പാല് കുടിച്ചിരിക്കുന്നതായ പരദേവതക്ക് ഒരു തുലൻ ക്ഷീരം അല്ലേ? ഏതായാലും അന്ന് അമ്പാടിയിൽ കളിച്ചുല്ലസിക്കുന്ന കാലത്ത് അതിനകത്ത് അനേകം മാതാക്കന്മാരുടെ കരത്തിങ്കിൽ നിന്ന് ഞാൻ ക്ഷീരം വാങ്ങി അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? ഊതര തന്നിട്ടുണ്ട് കൃഷ്ണാവതാര കാലത്ത് എനിക്ക് ക്ഷീരം. അറിയുമല്ലോ കഥ അല്ലേ? കൊല്ലുവാനായിട്ടാണെങ്കിൽ കൂടി ഒരു മുജ്ജന്മ സ്വപ്ന സാഫല്യത്തിന്റെ ഫലം അല്ലേ? അതല്ലേ പൂതനൊക്കെ ഇവിടെ കിട്ടിയത്. ഏതായാലും ഇത് നിങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കുന്നതായ സുഹൃതത്തിന്റെ ഫലമായിട്ട് കാണാം കേട്ടോ ഇതങ്ങളെ. ആയത് പ്രകാരത്തിങ്കൽ
പൂതനയ്ക്ക് മോക്ഷത്തെ കൊടുത്ത പോലെ നിങ്ങൾ കൊണ്ടുപിടിച്ചിരിക്കുന്നതായ ഈ ക്ഷീരം കടലേഴ് കുടിച്ചാൽ കവിളൊന്നും അറിയില്ല എനക്ക്, അല്ലേ? എങ്കിലും നിങ്ങൾ എന്നിരിക്കുന്നതായ ഭക്തിരസം കൂട്ടിക്കലർത്തി ഈ ക്ഷീരം എടുത്ത് അനുഭവിക്കാം. കൃഷ്ണാവതാര കാലത്ത് കളിച്ചങ്ങാതിയായിരിക്കുന്ന കുചേലൻ ദ്വാരകയിലേക്ക് എന്നെ കാണാനായിട്ട് കൈയെടുക്കുന്ന കാലം അന്ന് കൊണ്ടുവന്നത് 3 പിടി അവലാണ്, അല്ലേ? കല്ലും മണ്ണും നിറഞ്ഞിരിക്കുന്നതായ ഭക്ഷ്യയോഗ്യം തന്നെയോ തന്ത്രി? കല്ലും മണ്ണും നിറഞ്ഞിരിക്കുന്നതായ ഭോജനം ഭക്ഷ്യയോഗ്യം തന്നെയോ? ഇതുങ്ങളെ സാധിക്കോ ഭക്ഷിക്കാൻ? ഞാൻ കൊതിയോട് അനുഭവിച്ചിട്ടുണ്ട്. എന്താ കാരണം? അതിൽ കലർന്നിരിക്കുന്നതായ ആ കല്ലും മണ്ണുമല്ല, കുചേലൻ എന്നിരിക്കുന്നതായ ആ സ്നേഹം, അല്ലേ? കുചേലൻ എന്നിരിക്കുന്നതായ നിഷ്കാമമായിരിക്കുന്നതായ ആ ഭക്തിരസം കൂട്ടിക്കലർത്തിയാണ് ഞാനത് അനുഭവിച്ചത്. എന്നിട്ടോ കുചേലനെ കുബേരനാക്കി, അല്ലേ? അതാണ് ഭഗവാൻ. ഞാൻ കൊതിക്കുന്നത് ധനത്തിനല്ല, നിങ്ങളുടെ സ്നേഹം, അല്ലേ? എന്നെ അറിഞ്ഞ് സേവിക്കുക. നിങ്ങൾ അറിഞ്ഞ് സേവിക്കുന്ന കാലം തിരിച്ച് നിങ്ങളെ സ്നേഹിക്കാൻ പരദേവതയുണ്ട് കേട്ടോ. തന്ത്രി ഇരിക്കട്ടെ. ഏതായാലും കൊണ്ടുപിടിച്ചിരിക്കുന്നതായ ക്ഷീരം അതിൻ്റെ മാധുര്യത്തോടു കൂടി, അല്ലേ? രുചിഭേദം ഉണ്ടോ തന്ത്രി ഇതിന്? മാധുര്യം തന്നല്ലേ? ചില നേരങ്ങളിൽ ഇതിനകത്തുള്ളതായിരിക്കുന്ന കണ്ണുനീരിൻ്റെ ഉപ്പ് കലർന്നിട്ടുണ്ടാകാം. ഉണ്ടോ അങ്ങനെ ഒരു അനുഭവം ഇതിനകത്ത്? ഉണ്ടോ? ഏതായാലും ഇന്ന് പ്രത്യക്ഷീകരിച്ച കാലത്ത് മാധുര്യത്തോടു കൂടി തന്നെ ഞാൻ അനുഭവിക്കാം, അല്ലേ? കടിച്ചു കുടിച്ചിരിക്കുന്നതായ ക്ഷീരത്തിൻ്റെ അനുഭവം ഇല്ലൊന്നാനും മണ്ണുമനെ ആധാരമായിട്ടുള്ളതായിരിക്കുന്ന 1 ഉം 3 ഉമുള്ള കുഞ്ഞുകുട്ടി കിടാങ്ങൾക്ക് ഒരു നേരത്തും വട്ടിവശക്കാരുടെ വരുത്താതെ, അല്ലേ, സൗഖ്യത്തിൻ്റെ അനുഭവത്തെ തരാം. അനുഭവിക്കട്ടെ പറഞ്ഞത്. ഇനിയോ ഭാഗ്യത്തെ എടുത്ത് വഴക്കം ചെയ്യാം, അല്ലേ? ഇങ്ങനെയാവട്ടെ. ഏതായാലും അടൂർദേവന്റെ മാതാവെന്നിരിക്കുന്നതായ ആ തേജോ രൂപത്തെ ദർശിക്കുവാനായിട്ട് കൊതിച്ചു നിൽക്കുന്ന മുഹൂർത്തമല്ലേ, അല്ലേ? അതിൻ്റെ രസച്ചരട് മുറിക്കുന്നില്ല വെറുതെ. ഏതായാലും എൻ്റെ കരത്തിലുള്ള ഭാഗ്യത്തെ എടുത്ത് വഴക്കം ചെയ്യാം. മുഴുകളൊക്കെ ഞാൻ മന്ത്രഭവിച്ചിരിക്കട്ടെ കേട്ടോ. ഇങ്ങനെയാവട്ടെ. വസ്ത്രമിട്ട് വിരിഞ്ഞത് പരമാർത്ഥമത്രയെന്ന് വരികിലും നൂലെണ്ണി ആയുസ പൂരിപ്പിച്ച് പൂക്കൊണ്ട് പൂങ്കാവരത്തെ ഉണ്ടാക്കി പൂവും കായും പറിച്ചനുഭവിക്കാനുള്ളതായിരിക്കുന്ന അനുഭവത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതുക്കുളത്തിലെ തന്ത്രി, നമ്മളെ തെങ്കിലുള്ളതായിരിക്കുന്ന ബന്ധം, അല്ലേ, വേറിട്ട് വിശേഷിക്കാനില്ല. മനുഷ്യാധീനം എന്നിരിക്കുന്നതായ അനുഭവത്തിങ്കൽ പൊക്കിൾപ്പൊടി ബന്ധം മുറിച്ച് പെറ്റ മാതാവിന് പിരിയേണ്ടതായിരിക്കുന്ന അനുഭവങ്ങളുണ്ട് നിങ്ങളെന്നിരിക്കുന്നതായ ജീവിതത്തിൽ, അല്ലേ? ദൈവാധീനം എന്നിരിക്കുന്ന ബന്ധമോ അർത്ഥം മാറ്റാൻ സാധിക്കുമോ നിങ്ങൾക്ക്, അല്ലേ? ഏതായാലും ആ ബന്ധത്തെ ഒന്നുകൂടി ഒന്ന് അരക്കെട്ടുറപ്പിക്കാൻ, ഒന്ന് ബലപ്പെടുത്താൻ ഇന്ന് കണ്ടൊരു മുഹൂർത്തം, അല്ലേ? മധ്യേ ചെന്നവൻ ബുദ്ധിമാൻ എന്നിരിക്കുന്ന പ്രകാരത്തിങ്കൽ എൻ്റെ മുന്നിൽ വന്ന് എന്താണോ എൻ്റെ കരത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് സാധ്യമാകുന്നത്, അല്ലേ? ഏതായാലും ഇന്നെടുത്ത് വഴക്കം ചെയ്യാനായിട്ട് കനകം പൊട്ടിച്ചിരിക്കുന്ന വസ്തു മാത്രമേ ഉള്ളൂ. കനകചൂർണമായിട്ട് എടുത്ത് വഴക്കം ചെയ്യാം. പാലാഴി മദനം ചെയ്തിരിക്കുന്നതായ, അല്ലേ, പാലാഴി മദന സമയത്ത്
അന്ന് വിഭവിച്ചിരിക്കുന്നതായ അമൃതിന് സമമായിട്ട് എൻ്റെ കരത്തെങ്കിലുള്ള ഭാഗ്യത്തെ എടുത്ത് അടക്കം ചെയ്യാം. ശേഷം അതിനകത്തായിരിക്കട്ടെ കൂടിക്കണ്ടൊരു മുഹൂർത്തവും കുടിച്ച കഞ്ഞിയും മറന്നിട്ടില്ല പരിദേവത. അവിടെ ആവട്ടെ. ഗുണം വരണേ, ഗുണം വരും തിരിച്ചിട്ടേ. പൈതകളെ, ഇഷ്ടദേവൻ കഷ്ടത വരുത്താതെ പരിപാലിക്കണം അല്ലേ? ഞാൻ എന്നിരിക്കുന്നതായ കടക്കണ്ണിന്റെ കടാക്ഷം കൊണ്ട് നിങ്ങൾ എന്നിരിക്കുന്നതായ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകുമെങ്കിൽ ഒന്ന് നോക്കിക്കോളാൻ പരിദേവത. ഗുണം വരണേ, ഗുണം വരും തിരിച്ചിട്ടേ.